കോട്ടയ്ക്കപ്പുറം അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൻ്റെ 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട്. സ്നേഹത്തണലിലെ 35 വർഷങ്ങൾ. പരിമിതികളെ പ്രതിഭയാക്കി മാറ്റുന്ന വിസ്മയം അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ. 1991 വിതച്ച ആ സ്നേഹത്തിൻ്റെ വിത്ത് ഇന്ന് 35-ാം വയസ്സിൽ ഒരു വൻവൃക്ഷമായി പന്തലിച്ചു നിൽക്കുന്നു. ചങ്ങനാശ്ശേരി ഹോളിക്യൂൻസ് പ്രൊവിൻസിൻ്റെ കീഴിൽ ഭിന്നശേഷിക്കാരായ കുരുന്നുകൾക്ക് കൈത്താങ്ങായി തുടങ്ങിയ ഈ യാത്ര ഇന്ന് കോട്ടയം ജില്ലയുടെ അഭിമാനമായി മാറിയിരിക്കുന്നു. നിലവിൽ 97 കുട്ടികളാണ് ഈ വിദ്യാലയമുറ്റത്ത് അറിവും അതിജീവനവും നുകരുന്നത്. അക്ഷരമുറ്റത്തെ പുതിയ ചുവടുകൾ പ്രവേശനോത്സവം. ജൂൺ മാസം 2-ാം തീയതി സ്കൂൾ മുറ്റത്ത് വർണ്ണാഭമായ പ്രവേശനോത്സവം നടന്നു. ഏറ്റുമാനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇൻചാർജ് ശ്രീ ക്ലെമൻ MM പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ ഹൃദ്യമായി സ്വീകരിച്ചുകൊണ്ട് ഈ അധ്യയന വർഷത്തിന് ഉജ്ജ്വലമായ തുടക്കം കുറിച്ചു. സാങ്കേതിക വിദ്യയിലൂടെ ശാക്തീകരണം. പഠനം ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഓണാഘോഷവേളയിൽ ഡോക്ടർ ജിനോ ആരുഷി കുട്ടികൾക്ക് പഠന സഹായിയായി ടാബുകൾ വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ CEO ഇൻക്ലൂസീവ് ഫൗണ്ടേഷൻ റവറൻ ഫാദർ ജോസ് കുളത്തുവേലിൽ ഇൻക്ലൂസീവ് കമ്പ്യൂട്ടർ കോഴ്സ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്ന ഈ പദ്ധതി അവരുടെ തൊഴിൽ സാധ്യതകൾ ലക്ഷ്യം വെച്ചുള്ളതാണ്. അക്ഷരമുറ്റത്തെ വിജയഗാഥ. വിദ്യാഭ്യാസ നേട്ടങ്ങൾ. പരിമിതികളെ അതിജീവിച്ച് അറിവിൻ്റെ ലോകത്തിലേക്ക് ചുവടുവയ്ക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് കരുത്താവുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ SCERT സിലബസ് അനുസരിച്ചുള്ള പ്രത്യേക പരിശീലനമാണ്. ഈ അധ്യയന വർഷം വിദ്യാലയത്തിന് ഏറെ അഭിമാനം നൽകുന്ന ഒരു നേട്ടം നമ്മുടെ കുട്ടികൾ കൈവരിക്കുകയുണ്ടായി. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തിയ തുല്യതാ പരീക്ഷയിൽ പങ്കെടുത്ത നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും ഉന്നത വിജയം കരസ്ഥമാക്കി അനുഗ്രഹയുടെ കീർത്തി ഉയർത്തി. 7-ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ 3 കുട്ടികളും 4-ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ 1 കുട്ടിയും ഉജ്ജ്വല വിജയം കൈവരിച്ചു. PTA പ്രവർത്തനങ്ങൾ വികസനത്തിനൊരു കൈത്താങ്ങ്. വിദ്യാലയത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിനുമായി ഒരു സജീവമായ രക്ഷാകർതൃ സമിതി നമുക്കുണ്ട്. കൃത്യമായ ഇടവേളകളിൽ PTA യോഗങ്ങൾ ചേരുകയും കുട്ടികളുടെ പഠന പരിശീലന കാര്യങ്ങളെക്കുറിച്ചും സ്കൂളിൻ്റെ ഭാവി പദ്ധതികളെക്കുറിച്ചും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു. രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലുള്ള സുതാര്യമായ ആശയവിനിമയമാണ് അനുഗ്രഹയുടെ വിജയരഹസ്യം. ഔദ്യോഗിക സന്ദർശനങ്ങളും വിലയിരുത്തലുകളും. വിദ്യാലയത്തിൻ്റെ പ്രവർത്തന മികവ് പരിശോധിക്കുന്നതിനായി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ ഇൻസ്പെക്ഷനുകൾ നടന്നുവരുന്നു. സ്കൂളിൻ്റെ അക്കാദമിക് നിലവാരം, കുട്ടികൾക്ക് നൽകുന്ന തെറാപ്പികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ അധികൃതർ വിലയിരുത്തുകയും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരം ഔദ്യോഗിക നിർദ്ദേശങ്ങൾ വിദ്യാലയത്തെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആഘോഷങ്ങളും ദിനാചരണങ്ങളും. ഓണം, ക്രിസ്മസ്, പരിസ്ഥിതി ദിനം, ശിശുദിനം, യോഗാദിനം, സ്വാതന്ത്ര്യദിനം എന്നിവ അർത്ഥവത്തായ രീതിയിൽ ആഘോഷിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ ആനമല വായനശാല സന്ദർശിച്ചത് പുത്തൻ അനുഭവമായി. കൂടാതെ ഭിന്നശേഷി ദിനം വിപുലമായി ആഘോഷിച്ചു. അധ്യാപക പരിശീലനവും പുരസ്കാരങ്ങളും. അധ്യാപകരുടെ നൈപുണ്യ വികസനത്തിനായി തിരുവനന്തപുരം, മൺവിള, സാൻജോസ് ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശീലന പരിപാടികളിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രശാന്തിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി ഹോളിക്യൂൻസ് പ്രൊവിൻസ് നൽകിയ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് സ്കൂൾ അവാർഡ് അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ കരസ്ഥമാക്കി.
മാന്നാനം KE കോളേജ് MSW വിഭാഗം പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രശാന്തിക്ക് മികച്ച സ്പെഷ്യൽ സ്കൂൾ അധ്യാപികയ്ക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചു. കലാകായിക വേദികളിലെ വിശ്വവിജയം. അനുഗ്രഹയിലെ കുട്ടികൾ ഇന്ന് കോട്ടയ്ക്ക് പുറത്തു നിന്നും ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയിരിക്കുന്നു. പോളണ്ടിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് യൂണിഫൈഡ് വോളിബോൾ വേൾഡ് കപ്പിൽ പിൽസ്മരിയ സാജു ലോകതലത്തിൽ 4ാം സ്ഥാനം നേടി രാജ്യത്തിന് അഭിമാനമായി. അമേരിക്കയിലെ സാൻജുവാനിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് യൂണിഫൈഡ് ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പിൽ റോസ്മരിയ സാജു 5ാം സ്ഥാനം കരസ്ഥമാക്കി. ഹരിയാനയിൽ വച്ച് നടത്തപ്പെട്ട ദേശീയതല മത്സരത്തിൽ അമൽ മാത്യു 200 മീറ്റർ ഓട്ടം, ഷോട്ട് പുട്ട് എന്നിവയിൽ 1ാം സ്ഥാനവും റിലേയിൽ 2ാം സ്ഥാനവും നേടി. കലാമേളകൾ. തൃശ്ശൂരിൽ നടന്ന CMC ഫെസ്റ്റിൽ ഗ്രൂപ്പ് ഡാൻസിന് 2ാം സ്ഥാനവും DCL SOB ഫെസ്റ്റിൽ ടാബ്ലോ, ഗ്രൂപ്പ് ഡാൻസ് എന്നിവയിൽ 2ാം സ്ഥാനവും നേടുകയുണ്ടായി. KE കോളേജ് MSW വിഭാഗം സംഘടിപ്പിച്ച അവൈക് കലാമേളയിലും മികച്ച പ്രകടനമാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചത്. അതിജീവനത്തിൻ്റെ കലയും മണ്ണറിഞ്ഞുള്ള കൃഷിയും. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വിപുലമായ തൊഴിൽ പരിശീലനങ്ങളാണ് വിദ്യാലയത്തിൽ നടന്നു വരുന്നത്. വൈവിധ്യമാർന്ന മെഴുകുതിരികൾ, ഗുണമേന്മയുള്ള ഡിറ്റർജൻറ്റ്, പാഴ്വസ്തുക്കളിൽ നിന്നുള്ള ക്രാഫ്റ്റ് ഐറ്റങ്ങൾ, ക്രൗൺ മേക്കിംഗ് എന്നിവയിൽ കുട്ടികൾ മികച്ച പരിശീലനം നേടുന്നു. കൂടാതെ പ്രകൃതിയോടിണങ്ങി ജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന കപ്പകൃഷിയും ശാസ്ത്രീയമായ കൂൺ കൃഷിയും വിദ്യാലയത്തിൽ വിജയകരമായി നടപ്പിലാക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ അധ്വാനശീലവും ആത്മവിശ്വാസവും വളർത്തുന്നതിനോടൊപ്പം അവരെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹയുടെ താളമേളം സ്കൂൾ ബാൻഡ് സെറ്റ്. വിദ്യാലയത്തിൻ്റെ മറ്റൊരു അഭിമാനമാണ് നമ്മുടെ സ്വന്തം ബാൻഡ് സെറ്റ്. പരിശീലനം സിദ്ധിച്ച കുട്ടികൾ ഒത്തുചേരുമ്പോൾ ഉയരുന്ന ആ താളലയങ്ങൾ ഇതിനോടകം ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. വിവിധ ദേവാലയങ്ങളിലെ പെരുന്നാളുകൾക്കും പൊതുപരിപാടികൾക്കും നമ്മുടെ ബാൻഡ് സെറ്റ് ക്ഷണിക്കപ്പെടാറുണ്ട് എന്നത് കുട്ടികളുടെ കഴിവിനുള്ള വലിയ അംഗീകാരമാണ്. ആരോഗ്യവും വിനോദവും. തെറാപ്പികൾ. പ്രഗത്ഭരായ വിദഗ്ധരുടെ നേതൃത്വത്തിൽ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, കായിക പരിശീലനം എന്നിവ നൽകി വരുന്നു. വിനോദയാത്രകൾ. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം, ഇടുക്കി വട്ടവട, ചിലന്തിയാർ വെള്ളച്ചാട്ടം, സ്ട്രോബെറി തോട്ടം, കുറവിലങ്ങാട് സയൻസ് സിറ്റി എന്നിവിടങ്ങളിലേക്ക് നടത്തിയ വിനോദയാത്രകൾ കുട്ടികൾക്ക് വിജ്ഞാനവും വിനോദവും പകർന്നു. മാധ്യമങ്ങളിലൂടെ അനുഗ്രഹ. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്തെ അറിയിക്കാൻ അനുഗ്രഹ ദർശൻ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സജീവമാണ്. സ്റ്റാർ വിഷൻ, എൻസ്റ്റൈമർ എന്നീ ചാനലുകളിലൂടെയും ദീപിക മനോരമ പത്രങ്ങളിലൂടെയും വിദ്യാലയത്തിൻ്റെ വാർത്തകൾ ജനങ്ങളിലെത്തുന്നു. ഉപസംഹാരം. അനുഗ്രഹ എന്ന ഈ സ്നേഹകൂടാരത്തിൻ്റെ 35ാം വർഷത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ ഓരോ നിമിഷവും സർവശക്തനായ ദൈവത്തിൻ്റെ അപാരമായ കാരുണ്യത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. പരിമിതികളുള്ള ഈ കുരുന്നുകളുടെ പുഞ്ചിരിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം ഓരോരുത്തരും അനുഭവിക്കുന്നു. ഈ സുദീർഘമായ യാത്രയിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്മരിക്കട്ടെ. വിദ്യാലയത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും വഴികാട്ടിയായിരുന്ന കാരുണ്യവാനായ ദൈവത്തിന് ആദ്യമായി പ്രണാമം അർപ്പിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായും മറ്റു പല വിധത്തിലും സഹായിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ഉദാരമതികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. തികഞ്ഞ സമർപ്പണ ബോധത്തോടെ കുട്ടികളെ പരിചരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും അനധ്യാപകരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഈ കുരുന്നുകളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനും അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും ഇനിയും നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഈ പ്രയാണം നാളെയുടെ നന്മയ്ക്കായി നമുക്ക് ഒത്തുചേർന്ന് തുടരാം. നന്ദി.